കേരളത്തിലുള്ളവരൊക്കെ വളരെ ആശങ്കയിലിരിക്കുകയായിരിക്കും. കാരണം ഒരുപാട് മലയാളികൾ ഈ ഖത്തറിലൊക്കെ ജോലിക്കായും പഠനത്തിനായും ഒക്കെ പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഒരുപാട് ആശങ്കയിലാണ്. തങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ സുരക്ഷിതരാണോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും അഞ്ജലി, നമുക്ക് ആശ്വാസകരമായ വാർത്തയാണ് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു സുരക്ഷാ മുൻകരുതലുകളും ഖത്തർ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത അത് നേരത്തെ തന്നെ അവർ കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചത്. ആ നടപടികൾ ഇപ്പോൾ ഗുണകരമായ രീതിയിൽ തന്നെ ഖത്തറിന് ഗുണകരമായ രീതിയിൽ തന്നെ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അക്രമം നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിയുക, പാനിക് ആയിട്ടൊരു സിറ്റുവേഷനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കുക, ഇതൊക്കെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകരമായ കാര്യമാണ്. അതിൽ ഏറ്റവും വിജയകരമായി തന്നെ ഖത്തർ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ജനങ്ങൾ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങി നിലവിൽ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ തരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഖത്തറിൽ നിന്നുള്ള അവിടെ നിന്ന് തത്സമയം ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ടെലിവിഷൻ ക്യാമറമാൻ കൂടിയായിട്ടുള്ള ആൾ നമുക്ക് പങ്കുവച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ നിലവിൽ അവിടെ സ്ഥിതിഗതികൾ ശാന്തമായി തന്നെ തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും വ്യോമ ഗതാഗതം സംബന്ധിച്ചുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത്. പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നിരവധി പേർ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട്. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഖത്തറിലുണ്ട്. ഇവരൊക്കെ തന്നെ ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ തിരിച്ച് മടക്കം അല്ലെങ്കിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക്, നാടുകളിലേക്ക് സമാധാനപരമായ ജീവിതത്തിലേക്ക് മടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പുറത്തു വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കാവുന്ന ഒരു കയോട്ടിക് സിറ്റുവേഷൻ, ഒരു പ്രശ്നമായ അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തജനകമായ ഒരു അവസ്ഥ, ഒരു സാഹചര്യം, ആ സാഹചര്യത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഖത്തറിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്തരത്തിൽ ഇറാനിൽ നിന്നൊരു ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്നതായി ഖത്തർ ഭരണകൂടം നേരത്തെ തന്നെ ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളെ ഇത് സംബന്ധിച്ചുള്ളൊരു ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വലിയ പാനിക് സിറ്റുവേഷനുകളിലേക്ക് പോകാതെ തന്നെ കൃത്യമായി എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച്, എന്തൊക്കെയാണ് നമ്മൾ അത്തരത്തിലൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച് ജനങ്ങൾ കൃത്യമായി ബോധവാന്മാരായിരിക്കുകയും അതിനനുസരിച്ച് ഇടപെടുകയും ചെയ്യുന്നത് അത് വലിയ തരത്തിൽ ഒരു ഗുണകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അനാവശ്യമായ പരിഭ്രാന്തി, അനാവശ്യമായ ആശങ്ക ഇത് ഉണ്ടാകേണ്ട സാഹചര്യമില്ല. നിലവിൽ എല്ലാ സ്ഥിതിഗതികളും നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഭരണകൂടം ഉറപ്പുവരുത്തുന്നൊരു സാഹചര്യം കൂടിയാണത്.